മറ്റു വാർത്തയിലേക്ക്. കോട്ടയത്ത് റോബിൻ ബസ് വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞതായി പരാതി. ഇന്നലെ വൈകിട്ട് ഈരാറ്റുപേട്ടയിൽ MVD ഉദ്യോഗസ്ഥർ തടഞ്ഞതായാണ് ആരോപണം. ബസ് ഉടമ റോബിൻ ഗിരീഷും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി. ഓഗസ്റ്റ് വരെ പെർമിറ്റ് ഉണ്ടെന്നാണ് ഗിരീഷിന്റെ വാദം. പെർമിറ്റ് ഇല്ലാത്ത വാഹനം CC ചെയ്യേണ്ട കാര്യമില്ലെന്ന് റോബിൻ ഗിരീഷ് പറഞ്ഞു. ഈ വണ്ടിക്ക് പെർമിറ്റ് ഇല്ലാന്ന് പറഞ്ഞ് ഈ വണ്ടി പിടിച്ചെടുക്കണം. പെർമിറ്റ് ഇല്ലാത്ത വണ്ടി CC ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും ചെക്ക് റിപ്പോർട്ട് എഴുതിയിട്ട് വിടുക ചെയ്യുന്നു. ചെക്ക് റിപ്പോർട്ട് എഴുതി പെർമിറ്റ് കാണിക്കാൻ പറയും. ഒരു നോട്ടീസോ ഒരു സാധനവും തരാതെ ഇവർ കൃത്യമായ അജണ്ടയുണ്ട്. ആ പഴയ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ സാധനം തീർക്കാൻ വേണ്ടിയിട്ടാണ്. കോടതി ഉത്തരവ് പ്രകാരം പെർമിറ്റിന് വാഹന ഉടമ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഫീസ് അടച്ചിട്ടില്ലെന്ന് RTO ജയരാജ് വിശദീകരിച്ചു. പെർമിറ്റ് ഇല്ലാത്ത വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുണ്ടെന്നും RTO പറഞ്ഞു. താൽക്കാലിക പെർമിറ്റ് എടുത്താണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാലാവധി 11/6 അവസാനിച്ചതാണ്. എന്നാൽ ഇദ്ദേഹം വീണ്ടും കോടതിയെ സമീപിക്കുകയും ഈ ഉത്തരവിൻ്റെ കാലാവധി വീണ്ടും 2 മാസത്തേക്ക് നീട്ടി മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളൊരു താൽക്കാലിക പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പുതിയ താൽക്കാലിക പെർമിറ്റ് എടുക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫീസ് അടച്ച് അദ്ദേഹം ഒരു പെർമിറ്റ് നിലവിൽ കരസ്ഥമാക്കിയിട്ടില്ല. അദ്ദേഹം അതിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ കോടതി ഓർഡർ മാനിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ താൽക്കാലിക പെർമിറ്റ് പുതിയതായിട്ടൊരു പെർമിറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അജിത് ബാബുവിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജിത് ബാബു, ഈ റോബിൻ ബസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വളരെ സിമ്പിളാണ്. അതായത് താൽക്കാലിക പെർമിറ്റ് വെച്ചായിരുന്നു ഈ വാഹനം ഓടിക്കൊണ്ടിരുന്നത്. ആ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞു. പിന്നീട് ഈ റോബിൻ ബസ് ഉടമ കോടതിയെ സമീപിക്കുകയും കോടതി അത് 2 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുകയും ചെയ്തു. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട കാര്യം വീണ്ടും അപേക്ഷ നൽകാനുള്ള നടപടികൾ റോബിൻ ബസിന്റെ ഉടമയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഫീസ് അടച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഫീസ് അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ നിയമപരമായി വാഹനം ഓടിക്കാൻ കഴിയുന്ന പശ്ചാത്തലമില്ല. പക്ഷെ അങ്ങനെ ഓടിച്ചപ്പോഴാണ് MVD പിടിച്ചത്. അതിന് MVD ഇക്കാര്യം ചോദ്യം ചെയ്യുകയും ചെയ്തത്. പക്ഷെ അതിന് പിന്നാലെ ഇപ്പോൾ ഉടമ ഉന്നയിക്കുന്നത് താൻ നിരവധി തവണ ശ്രമിച്ചിട്ടും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ഈ MVDക്കെതിരെയൊക്കെ ഉൾപ്പെടെ നേരത്തെ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് പ്രത്യേകമായ നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാണെങ്കിലും നിയമവിരുദ്ധമായാണ് വാഹനം ഓടിച്ചത് എന്ന് റോബിൻ ബസിന്റെ ഉടമയ്ക്കും അറിയാം. അതിലിപ്പോൾ MVD ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്.